മഹാമാന്യന്മാരെ, കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ, പൗരപ്രമുഖന്മാരെ, ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയപ്പ് യോഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇമാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ. യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി. വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം. ആദ്യമായി ടോണി കുരിശിങ്കൽ. മാല കൊണ്ടിട. ടോണിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ടോണി കുരിശിങ്കൽ, കുരിശിങ്കൽ കറിയാച്ചന്റെ, അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ചില്ലറ തരികിടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏക മകൻ. സ്ഥലത്തെ പ്രധാന മാന്യനും, അതായത് പ്രധാന ആഭാസനും, സാമൂഹ്യ വിരുദ്ധനും, റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് ഒട്ടുപാല് മുതൽ മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റു തീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പോട്ടാ, അവിടെ നിൽക്കടാ. അടുത്തതായി ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ആ, ഹിച്ച്കോക്കിനെ അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിച്ച്കോക്കിനെ നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. അതൊരുമാതിരി മറ്റേ വർത്തമാനമല്ലോടാ. അയ്യേ, ഞാൻ മറ്റേ അർത്ഥത്തിലല്ല പറഞ്ഞത്. മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായ ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഇദ്ദേഹത്തിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്രയപ്പിയോഗത്തിൽ സ്വീകരണം നൽകുന്നു. അടുത്തത് ശ്രീമാൻ ഹരി. വെറു ഹരിയല്ല, കുമ്പളം ഹരി. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 9ഓളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ 10ാമത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന, അടുത്തു തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള, ഒരുപക്ഷെ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി പോണം. നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പായി ഒരു വാക്കുകൂടി. ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. 3 ഉദ്ദേശങ്ങളാണ്. കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത്. 1, കോട്ടയം പട്ടണത്തിൽ ടിവിയിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവരേ ഉള്ളൂ, അല്ലെങ്കിൽ റേഡിയോ ചെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി ആയിട്ട് കൈയടിക്കുന്നവർ. എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക. ശ്രീമാൻ ഹിച്ച്കോക്കിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക. സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതിയല്ല, പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക. അവരുമായിട്ടല്ല, അത് പറയരുത്, അത് പറയരുത്. അത് ഏത് സർട്ടിഫിക്കറ്റാ? ശരി ശരി, പറയുന്നില്ല. അത് വേണ്ട. ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഞങ്ങൾക്ക് ട്രെയിന് സമയമായി, ഞങ്ങൾ പോണു. Your attention please. Train number 20 Madras Mail going to Madras will arrive on platform number 1 shortly. വാടാ ഇറങ്ങി.
ഇതില് പേരെന്താ? ഹിച്ച്കുക്ക്. എടാ നിന്റെ ഹിച്ച്കുക്ക് പിടിച്ചു കാലം ബീലിരിക്കും. ഞങ്ങൾ വരാം. കയറാൻ പറ്റേ റിസർവേഷൻ ഒക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലാതെ ഇതിൽ കേറൂ. ഹലോ, അല്ല ഇത് ആര്? നാടാൻ സാറാ? അയ്യോ, ഇതാര്? ടോണിക്കുട്ടനോ? ടോണി ഇവനെ അകത്തോട്ട് കേട്ടേരി. ഓക്കെ ആണല്ലോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാലുണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷനിലാക്കരുത്. സാറേ നിക്കറ അവിടെ കള്ളേ മറ്റുണ്ടോന്നു? ഏത്? മറ്റുണ്ടോ? അകത്തുണ്ട് ഫുള്ളൊരെണ്ണം, ബാഗിന് ഉള്ളിലുണ്ട്. തൃശ്ശൂർ വേറെ വരും. എന്ത് ഇനി വണ്ടി ഒരു ബഹളല്ലേ ഇവിടെ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകുന്ന 20-ാം നമ്പർ മദ്രാസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. പെട്ടി എടേ, എന്റെ കണ്ണാടി എന്ത്? കണ്ണാടി നിന്റെ മൂക്കിൽ തന്നെ ഉണ്ട്. ഓ താങ്ക് യു. ഓ വെൽക്കം. എങ്ങോട്ട്? തൃശ്ശൂർക്ക്. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, അലവലാദികളോ. അച്ഛനാണ്? അല്ല, ഹസ്ബൻഡാ. ശരി. അടികൊണ്ട് നൂങ്ങണം. എന്താ സംഭവം? എന്താ സംഭവം? അപ്പുറത്ത് പീസ് എവിടെ? ഇവിടെ അപ്പുറത്താ? കൊള്ളാം. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലി നാരായണം കട്ടുകൊണ്ടുപോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടുപോയി. കൊണ്ടുപോയി കഞ്ഞിക്കുഴി പെണ്ണിനെ കോലി നാരായണം കട്ടുകൊണ്ടുപോയി. എന്തടി കല്യാണി മുല്ലപ്പൂ മണക്കണ കൊല്ലനാരായണൻ വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ടോ? സംഗീതം ചൊല്ലുമേ കിളിമകളെ വരുമല്ലോ. വരുമല്ലോ. തരികമ പടാനി തരികമ പടാനി തരിക. മെഹബൂബ മെഹബൂബ മെഹബൂബ. മ്യൂസിക് മ്യൂസിക്. ശല്യമായല്ലോ. നാടാരേ, ആരാടോ ഇത്? ഇതെന്താ ചന്തയാണോ? ഇല്ല സാർ, കോട്ടയത്ത് നിന്ന് കുറച്ച് പിള്ളേരാ. നല്ല വെള്ള. എന്ത് വെള്ളമായാലും ഇത് ബാറൊന്നും അല്ലല്ലോ. തനിക്കൊന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? ശരി സാർ, ഇപ്പൊ പറയാം. കള്ള് ഷാപ്പോ ട്രെയിനോ? പറയണ്ടെന്ന് വിചാരിക്കുമ്പോ കേറി പോവാ. ഞാനൊരു സ്പോർട്സ്മാനാടാ. സാറേ എന്താ പ്രശ്നം? എന്താ ടോണിക്കുട്ട, എന്റെ പൊന്ന് ടോണിക്കുട്ട, എന്റെ പണി കളയിക്കരുത് മോനെ. ആ കൊല്ലത്തെ മുതലാളി ഇല്ലേ ആർക്കനായാലും, അയാള് ചോദിക്കുക ഇവിടെ ആരാ അലമ്പുണ്ടാക്കണേന്ന്. റെയിൽവേ ചീഫ് ഓഫീസർമാരൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളാ.
എന്റെ പണി കളയിക്കരുത് മോനെ. ആരാ ഇയാൾക്ക് അയ്യോ കേട്ടിട്ടില്ലേ കൊല്ലത്തെ ഭയങ്കര മുതലാളി പാർട്ടീസാ. ശരി ഞങ്ങള് നിർത്തിയേക്കാം. സൈലൻസ്. സംഗീത ബോധമില്ലാത്ത കുറെ മുതലാളിമാരെ നാട്ടിലെ സെൻസ് ഇല്ല. ഞാൻ നാളെ അയാളോട് ചോദിച്ചു നോക്കി. ഞാൻ വരാട്ടാ.